ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. അന്ന് യേശു കർത്താവിനെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒടുക്കിക്കളയുവാൻ തരം നോക്കി നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. പെസഹ ആചരണം യഹൂദന്മാർ തങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അനുഭവിച്ച കഷ്ടത്തിൻ്റെ അപ്പവും അവർ കുടിച്ചതായ കഷ്ടതയുടെ പാനപാത്രത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക സംഭവമായി പെസഹയെ ആചരിച്ചു വന്നിരുന്നു. അതിൽ അവരുടെ പാപപരിഹാരത്തിനായി ഒരു ആട്ടുകൊറ്റനെ യാഗമർപ്പിക്കുകയും ആട്ടുകൊറ്റൻ്റെ മാംസം ചുട്ട ഭക്ഷിക്കുകയും ചെയ്യുന്നതായിരുന്നു പെസഹയുടെ ആചരണം. ഇതൊരാചാരമായി അവരുടെ ഓർമ്മയ്ക്കായി ന്യായപ്രമാണ കാലത്ത് യഹൂദന്മാർ ചെയ്തു വന്ന പ്രത്യേകമായ ഒരു അനുഭവമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതെ പെസഹ പെരുന്നാൾ ആ രാത്രിയിൽ പെസഹ ആചരിക്കുമ്പോൾ കർത്താവ് അവസാനമായി അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം. വീഞ്ഞ് അത് പാനപാത്രമെടുത്ത് വാഴ്ത്തുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്ന എൻ്റെ രക്തം. അന്ന് കർത്താവ് മരിച്ചില്ല, ജീവനോടെ ഇരുന്ന് അത് ലാസ്റ്റ് മൂമെൻറ്റിൽ ജീവനോടെ ഇരിക്കുമ്പോൾ തൻ്റെ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വാക്കുകളാണിത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ ഒരു ആട്ടുകൊറ്റൻ കൊല്ലപ്പെടേണ്ടിയിരുന്നു നമ്മുടെ അന്നുണ്ടായിരുന്ന ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി എന്നേക്കുമുള്ള പാപപരിഹാരം നമുക്ക് ലഭിച്ചിരിക്കുക. അതിനുവേണ്ടി ആട്ടുകൊറ്റൻ എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ എന്നേക്കുമുള്ള പാപമോചനം നമുക്ക് ലഭിച്ചിരിക്കുക. ഈ പാപമോചനത്തിൻ്റെ ദിനമാണ് നാം ഓർക്കുന്നതെങ്കിൽ ഇത് ആണ്ടിലൊരിക്കൽ ഓർത്താൽ മതിയോ? ആണ്ടിലൊരിക്കൽ ഓർക്കുന്ന പെസഹ നമുക്കുള്ളതല്ല, അത് യഹൂദന്മാരുടെ പ്രത്യേകമായ നിയമമാണ്. അവർക്കുണ്ടായ പ്രത്യേകമായ ഒരു പെരുന്നാളാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച്, ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് പെസഹ നമുക്ക് ബാധകമല്ല. പെസഹയിൽ കൂടെ നമുക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. എന്നേക്കുമായി ശരീരത്തെ തകർത്ത് രക്തത്തെ വാർന്നൊഴുക്കുമാറാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ദിനംതോറും നിമിഷം തോറും ഓർക്കുന്നവരായി, അതിനെ സ്തുതിക്കുന്നവരായി, അതിലപ്പുറമായി അവനിലെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീർന്നാൽ ദൈവരാജ്യത്തിൽ ഈ അനുഭവം ഇനിയും ഉണ്ടാകുമ്പോൾ നമുക്കും അതിൽ പങ്കാളിയായി തീരാം. ഇല്ലെങ്കിൽ ഭൂമിയിലെ പെസഹ ആചരിച്ച് നാം തീരും. നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടാകുകയില്ല. മറ്റുള്ളതായ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് പോലെ പെസഹ ആചരിച്ച് തീർക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടാകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു അവസാന നിമിഷങ്ങളിൽ പറയുന്നു, അതെ, ഞാൻ ഈ അനുഭവം ഇനിയും, ഈ മുന്തിരിവള്ളിയുടെ അനുഭവവും ഈ അപ്പത്തിൻ്റെ അനുഭവവും ഇനിയും ദൈവരാജ്യം വരുവോളം ആസ്വദിക്കയില്ല. അപ്പം കർത്താവിനോടുകൂടെ ചേരുവാൻ കാംക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇത് ക്രിസ്തുവിൻ്റെ ഓർമ്മയായി, ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയായി തീർക്കുന്നുവെങ്കിൽ എല്ലാ ദിനവും എല്ലാ നിമിഷവും കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചും ക്രിസ്തുവിൻ്റെ ഈ ഒരു പ്രത്യേകമായ ക്രൂശുമരണത്തിൽ പങ്കാളിയാകേണ്ടതിൻ്റെ അവസ്ഥകളെ വചനപ്രകാരം അനുസരിച്ച് നിൽക്കുന്നുവെങ്കിൽ നമുക്കും ദൈവരാജ്യ പ്രവേശനം ധാരാളമായി ലഭിക്കും. ആമേൻ.